അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ ചെറുതായിട്ടൊരു പുഡിങ് ഉണ്ടാക്കലാണ്. പഞ്ചസാര ഞാനൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നല്ലപോലെ എന്താ പറയുക പിച്ചി കീറി ഇടുക പാത്രത്തിലോട്ട്. ഇതിനകത്തേക്ക് പാലൊഴിച്ചിട്ട് വേണമായിരുന്നു ഇത് കുതിർക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കുകയാണ് കേട്ടോ. കൈ വെച്ച് തന്നെ കുതിർത്ത് വയ്ക്കുന്നുണ്ട്. നല്ലപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ ഞാൻ കുതിർത്തിട്ട് അതിനകത്തേക്ക് മുട്ട ഒരു മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളൂ. വെറുതെ ഫ്ലോപ്പാകാൻ പോകുന്ന സാധനം എന്തിനാണ് വെറുതെ മുട്ടയൊക്കെ എടുത്ത് കളയുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ നമ്മൾ ആ കാരമലൈസ് ചെയ്ത് വെച്ച സാധനം ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ വാനില എസൻസ് ഉള്ളവർ അതൊഴിക്കുക. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക ഇട്ടത് പൊടിച്ചെടുത്തായിരുന്നു. എന്നിട്ട് നമുക്ക് ആ കാരമൽ ഉണ്ടല്ലോ അതൊരു സ്റ്റീൽ പാത്രത്തിലിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് ടാപ്പ് ചെയ്തൊന്ന് സെറ്റാക്കി വയ്ക്കാൻ. എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ആവണമല്ലോ. കുറച്ച് കാരമലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ വേണമായിരുന്നു എന്നെനിക്ക് കഴിച്ചപ്പോൾ തോന്നി. വോട്ടെവർ, ഇത് നമ്മുടെ പരീക്ഷണമല്ലേ, ഫസ്റ്റ് പരീക്ഷണം. ഞാൻ പുഡിങ് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു ഫ്ലേവറിന് 2-3 ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ അടിച്ചെടുത്തിട്ട് നമ്മൾ ആ കാരമൽ ഒഴിച്ച് വെച്ച പാത്രത്തിലോട്ട് ഞാൻ ആ ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് ഇനി വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. എന്നിട്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം വെന്ത് വരട്ടെ, നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആദ്യം ഞാൻ ഓർത്ത് വിട്ടു പോരത്തില്ലെന്ന് കേട്ടോ. അനക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. കുറേ ടാപ്പ് ചെയ്തിട്ടാണ് കിട്ടിയത്. സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെ കാണാനൊക്കെ ലുക്ക് വന്നു. ഇനി നമുക്ക് ടേസ്റ്റും കൂടെ നോക്കണം. എനിക്കാണെങ്കിൽ വായിൽ വെള്ളം വന്നിട്ട് മേലായിരുന്നു കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ വായിൽ കപ്പലോടുന്ന വെള്ളമുണ്ട്. കാരണം അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ കത്തിയുടെ അറ്റത്ത് എന്നാന്ന് ചോദിച്ചാൽ അത് ഞാൻ ഓൾറെഡി ഇത് വെന്തോ എന്ന് നോക്കാനൊന്ന് കുത്തി നോക്കിയായിരുന്നു. അതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പീസ് എടുത്തു, കഴിച്ച് നോക്കുകയാണ് ഗൈസ്. കണ്ടോ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ? അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കാരമൽ കുറച്ചും കൂടെ വേണം തോന്നിയെന്ന്. അതാണ് ഞാൻ ഇങ്ങനെ മുക്കി കഴിക്കുന്നത് കേട്ടോ. കാരമൽ കുറച്ചും കൂടെ ആയിട്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ.